ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ആക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ വേറെ റൂമിലോട്ട് പോകും. ഇതിൻ്റെ അപ്പുറത്ത് വേറെ റൂമുണ്ട്, അങ്ങോട്ട് പോകും. നാളെയാണ് ഞങ്ങൾക്ക് ബസ്. അപ്പോൾ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായ കാരണം ഇവിടുന്ന് ചെക്കൗട്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് പോകണം. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇതൊരു പൂവാലാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമൊക്കെ ഐഡി ഞങ്ങളത് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഹായ് ഹലോ എക്കാ എന്നിട്ട് കണ്ടിന്യൂ ടോക്കിങ്. ഞങ്ങളെ ബാഡിയാണിത്. അതെ ബാഡി, ഞങ്ങൾ പോട്ടെ. ഏട്ടാ ഔ പാവം പോയി. ഞങ്ങൾ പോവാണ്. പാവം ആള് പറഞ്ഞു ഞങ്ങൾ തൊടാച്ചില്ല, കടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പോട്ടെ പോട്ടെ മകളൊക്കെ പറ്റില്ലേറ്റാ. ഞങ്ങളുടെ റൂം അതാ അവിടെയാണ്. ഇന്നലെ പോയടുത്താണ് ഞങ്ങളുടെ റൂം. അപ്പൊ ഈ ബാഗ് കൊണ്ട് അവിടെ വെച്ചിട്ട് മറ്റേ ബാഗ് എടുക്കാൻ പോണം. ഭയങ്കര വണ്ണം കൂടിയ പോലെ മൈനടൊക്കെ ഒരു നമ്മളവിടുത്തെ 2 എണ്ണം ചേർന്നതാണ് അവിടുത്തെ ഒരു മൈന. പ്രാവ് പിന്നെ കോണായിട്ട് കാണുന്ന പോലെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ആ റിസപ്ഷനിലത്തെ ചങ്ങായി ഭയങ്കര ഒരു കോഴിക്കുട്ടി പോലത്തെ ഒരാള്. ആള് ഇന്നലെ വാങ്ങിണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് എന്തായാലും കണ്ടിന്യൂ ടോക്ക് ചെയ്യാന് ഫുഡ് കഴിക്കാനൊന്നും സ്വസ്ഥായിട്ട് കഴിക്കാൻ പറ്റൂല. പാട്ട് പാടി വരും. എന്നിട്ട് റൗണ്ട് അടിക്കലാ. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ മരം ഈ സൈഡിലത്തെ ആപ്പിൾ മരത്തിനോട് വിട പറഞ്ഞു. ആ ആപ്പിൾ ഉണ്ടായിട്ട് കേസ് അതാ ഞങ്ങൾ പോകും. എന്താ പറഞ്ഞു? बालकनी वाला रूम दे देता हूँ ना, बालकनी वाला रूम दे रहा हम लोग अभी बाहर जा रहे हैं तो थोड़ा आफ्टरनून आएगा. ഇതിൻ്റെ മേലത്തെ റൂം തരാന്ന് 2000 റുപ്യക്ക് നാളെ വൈകുന്നേരത്തേക്ക് വരെ. പക്ഷേ ഈ കാലോണിയിൽ കയറി വയ്ക്കുന്നുണ്ട്. സോ ഈ റൂമെല്ലാം മേലത്തെ റൂമിൽ തരാന്ന്. ഞങ്ങളുടെ ഇവിടെ ഇരുന്നോളാം. മേലത്തെ റൂമായിട്ട് നോക്കിയിട്ട് ഇന്നലെ നമുക്കിത് ഒരു 1500 തരാന്ന് പറഞ്ഞ റൂമാണ്. ഇന്ന് നേരം എടുത്ത് നോക്കുമ്പോ 1000 കൂടി കയറി 2500 തരാന്ന്. 2500 പറഞ്ഞത്. അപ്പൊ പപ്പ പറയുന്നത് 2000 തരാന്. കാരണം 500 ഓൾറെഡി 1000 കയറി. നമ്മള് അത് കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ എത്തി നോക്കുമ്പോ വീണ്ടും അവര് സ്വഭാവം മാറി. 1000 ഒറ്റയടിക്കാണ് കയറിയത്. അത് മേലത്തെ റൂം എടുക്കണ്ട ബാൽക്കണിയിലല്ല. ഇതിന് സെയിം റേറ്റ് അത്ര, മുകളിലത്തേനും സെയിം റേറ്റ് ആണ്. അപ്പൊ നമ്മള് 2500 ഉള്ളത് 2000 തരാൻ നമുക്കെന്നാ മേലത്തെ റൂം തന്നെ എടുക്കാം എന്ന് പറയാ. ഇതിലാകുമ്പോ നമുക്കൊരു എന്താ പറയാ എക്സ്ട്രാ സൗകര്യം ഇല്ല. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൂം അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കർട്ടൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് സൂപ്പറാണോ? കുഴപ്പമൊന്നുമില്ല. ഈ ആമത്തൊണ്ട് പോലത്തെ ബാഗ് നടക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ ഈ കാണുന്ന ഈ നമ്മളവിടെ എന്താ പറയാ തെങ്ങ് ഉള്ള പോലെയാണ് ഇവിടെ ആപ്പിൾ. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമില്ല ഗൈസ്. കാരണം ജൂലൈ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റിൽ ഉണ്ടാവുള്ളൂന്ന്. ആ സമയത്ത് നമുക്ക് മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കൂലേ. സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ നെക്സ്റ്റ് ഇയറിൽ ഞങ്ങൾ കാശ്മീർ ഞാനും മാത്രം ആപ്പിൾ ഉള്ള സമയത്ത് ഞാനും നമ്മൾ രണ്ടുപേരും മാത്രം പോകണം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഇവളായിട്ട് നടക്കൂല. ഇവളെ എപ്പോഴും രോഗിയല്ല, അതിന്റെ അലർജി ഉള്ള കാരണം. പിന്നെ എക്സ്പെൻസ് ആണ് ഇവള്. കാണാൻ എല്ലാതും എവിടെയെങ്കിലും ഷോപ്പിൽ കൂടെ പോകുമ്പോ കാട്ടി തരും നമുക്ക് സാധനങ്ങള്. എന്നിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ ആക്കി പിടിക്കും. നമുക്കൊരു പാവം തോന്നും. അപ്പൊ ഞാൻ എന്താ വേണ്ട. അപ്പൊ നമ്മള് ആ ബാക്കിൽ കണ്ട ഷോപ്പിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവും.
വീണ്ടും അതിങ്ങനെ തിരിഞ്ഞു നോക്കി അപ്പൊ അവൾക്ക് എന്താ അവള് മാക്സിമം അങ്ങനെ വേണോന്ന് പറയൂല, പക്ഷെ അവളെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അവള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോഡി ലാംഗ്വേജിൽ നിന്ന് ഇവിടെ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് പാവം നമുക്ക് ഇങ്ങനെ സാഡായിട്ട് മുഖൊക്കെ ഇങ്ങനെ ആക്കി പിടിച്ച് നമുക്ക് ശരിക്കും നമ്മളൊരു പാവം നിന്ന് മേടിച്ചു കൊടുക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈ പ്രാവശ്യം എന്താണ് ഋഷിയേഷും ഹരിദ്വാറും പഞ്ചാബിൽ നിന്നും കൂടി ഇവൾക്ക് 5000 രൂപയുടെ സാധനങ്ങൾ മേടിപ്പിച്ച് കാശ്. ഇനി അതുകൊണ്ടായാ ഡൽഹി അപ്പൊ വേറൊരാൾക്കും ഇല്ല ഇത്ര എക്സ്പെൻസ്. 5000 അല്ല അപ്പൊ ഡ്രസ് എടുത്തതാ, സോറി 5000 അല്ല 8ന്റെ കൊടുത്തായിരുന്നു, സോറി എനിക്ക് തെറ്റെറ്റിയതാ. ഞാനും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കാട്ടെടുക്കും, ഇഷ്ടപ്പെട്ട കാട്ടെടുക്കാൻ നോക്കുന്ന രസമില്ലേ പറയും. ഞാൻ വേണമെന്നൊന്നും പറയില്ല, പക്ഷെ ഉമ്മച്ചി പോയിട്ട് നോക്കട്ടെ റേറ്റ് നോക്കട്ടെ പറഞ്ഞിട്ട് കൊണ്ടുപോകും, എന്നിട്ട് വാങ്ങി തരും. ഞാൻ പറയലൊന്നുമില്ല. അത് വേണോ ഇല്ല, അത് നല്ലൊരു ഇതാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ അന്ന് പറഞ്ഞില്ല. അത് ഞാൻ കാട്ടെടുക്കും, ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ സാധനം. മരത്തിന്റെ ചയറ്, പിന്നെ ഇതിനെക്കാട്ടും നല്ല വലിയ ബ്രെഡ്. ഓൾക്ക് ഇവിടെ ഇതിന് മാട്രസ് വിൽക്കാട്ടില്ല, അവിടെ മാട്രസ് വിൽക്കാൻ വലിയ സ്പെഷ്യൽ വിൽക്കാട്ടും. റൂം കണ്ടുവന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പിന്നെ അവിടെ യൂട്യൂബ് ടി വി ഉണ്ട്. ഞങ്ങൾക്ക് അതാണ് വേണ്ടേ, ഞങ്ങൾക്ക് ഫുള്ള് എത്ര റേഞ്ച് ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി ടിവിക്ക് വൈഫൈ കണക്ട് ആക്കും, എന്നിട്ടെങ്കിലും യൂട്യൂബ് കാണും. അപ്പൊ മേലോട്ട് പോവുകയാണ്. ഞങ്ങൾ മേലോട്ട് കയറുകയാണ്. അല്ലാ സ്റ്റെപ്പാ, ഒരു സ്റ്റെപ്പിന്റെ കഥ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇമ്പോസിബിൾ, പക്ഷേ എനിക്ക് പോസിബിൾ ആകും. നടക്കണ പോലെ ഞാൻ നടന്നിട്ടാ വരുന്നത്, എന്നിട്ടാണ് ചെങ്ങായി നോക്കിയിരുന്നേ കണ്ട. ഗൈസ്, ദിസ് ഈസ് അവർ റൂം. ഇതെന്താ ഡ്രസ് റൂമാണ്, അതെന്താ എന്തോ സ്ഥലത്ത് എടുക്കാത്ത സാധനങ്ങൾ അതിലേക്ക് വെക്കണല്ലേ, പൈസ എടുക്കാം. എന്തായാലും ഞങ്ങൾ ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം കാണാം. ഒതുക്കൽ കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ബാഗുകൾ, യൂസ് ആക്കാത്ത ബാഗ് 3 യൂസ് ആക്കുന്ന ബാഗ്. സോ ഞാൻ ഒതുക്കൽ കഴിഞ്ഞു. കുറച്ച് നല്ല തണവാണ് ഇവിടെ, കുറച്ച് തണവ് കിട്ടാൻ വേണ്ടിയിട്ടാ. അല്ല ചൂട് നോക്കൂ എവിടെ ഇത് ഇങ്ങനത്തെ വ്യൂ, അത് സെയിം തന്നെയാണ്. മണ്ടന്മാരെഴുതി ഭയങ്കര ഷൂട്ടിങ് എടുക്കണവിടെ, കപ്പിൾ ഫോട്ടോകളൊക്കെ എടുത്തോണ്ടിരിക്കാണ്. എന്താ മാത്രം അസൂയ, അങ്ങനെയാണല്ലോ, അത് നമ്മളെ വർഗത്തിന്റെ പ്രത്യേകതയാണ്. റൂം പൂട്ടിട്ട് ഇറങ്ങി. എൻ്റെ ട്രൈ കഴിഞ്ഞപ്പോൾ ഉമ്മാടെ ട്രൈ ആണ്. ഞാൻ പൂട്ടാൻ നോക്കിയിട്ട് പറ്റിയില്ല, അമ്മച്ചി പൂട്ടാൻ നോക്കിയില്ല. കുട്ടിയാ അതൊക്കെ എന്താ ഇതായിരുന്നു പണി. ഇവരുടെ ഈ ഡ്രൈവർ നമ്മള് ആങ്ങളെയാണ് ബഡിയാണ് എന്നൊക്കെ പറഞ്ഞ് ബഡീസാണ് പറഞ്ഞൊന്നും കാര്യമില്ല കാശ്. കാരണം എല്ലാവരും ബിസിനസ് തന്നെ. കാരണം ഇപ്പോൾ അവന് നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അവനക്ക് എന്തോരം ഫ്രണ്ട്സുകളാന്ന് വെച്ചിട്ടാണ് എല്ലാവരും സംസാരിച്ച് ഹായ് കാണിക്കുന്ന. അങ്ങനത്തെ ഇന്ന് ആ ബാഗ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആരെങ്കിലോട് ഇങ്ങോട്ട് കൊണ്ടുവരാം, നമുക്കൊരു 1000 രൂപ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ആരും ഇല്ല, ഫ്രണ്ട്സുകൾ ആരും പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇതാക്കിയില്ല. ഇന്നിപ്പോൾ എന്താ കാട്ടിയിരിക്കണമെന്ന് പറഞ്ഞാൽ 3500 രൂപ കൊടുത്തിട്ട് അവനിത് വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ പോവാം. അത്രയും ഒരു ഇതില്ല, ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരവിടെ. എന്തെങ്കിലും പോയാ പക്ഷെ ഓൻ കാരണമാണ് അവിടെ ബാഗ് ഉണ്ടാന്നുള്ളത് അറിഞ്ഞത്. ഓൻ വിളിച്ച് ചോദിച്ചവിടെ,
അവിടെ ബാഗ് ഉണ്ടോ ചോദിച്ചപ്പോൾ അവരുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ബാഗ് ഇങ്ങോട്ട് എത്തിയായിരുന്നു. നമുക്കൊരു 1000 രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ അത് ഇല്ലാനോ അതൊക്കെ എടുക്കണ കാറ് കാറ് ഇപ്പൊ ഓൻ്റെ ഒരു ചിരി ഉണ്ടാകൂ. ചെറിയൊന്നും വന്നില്ല. അതാ ശരിക്കും അറിയില്ലേ. വണ്ടിയിൽ കയറി കഴിഞ്ഞാല് പിന്നെ എന്തെങ്കിലും തിന്നോണ്ടിരിക്കണം. വായക്കൊരു റെസ്റ്റ് ഇല്ല. ഇപ്പൊ കുറച്ചു നട്ട്സും കാര്യങ്ങളൊക്കെ തിന്നോളൂ. കുതിരകൾ ചെടുത്ത് ഇതൊക്കെ ഹൈറ്റ് അറിവില്ലേ. കൊറേ ചെറുതുകളല്ലേ അതിലൊരു ഗ്രേൻഡ് മാറ്റി മനുഷ്യന്മാർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വിലയില്ല. ഇവിടെ ഹോട്ടലിൽ വരെ നമ്മള് വാച്ച്മാന്റെ ഒക്കെ നല്ല പാവ നായ്ക്കള്. നല്ല രസമുണ്ടൊക്കെ കാണാൻ. ഷാജിന്റെ മലയാളം പാട്ട് കേൾക്കണം. അത് ഞങ്ങൾ തന്നെ വെച്ചത്. രാത്രി കക്കാൻ പോലെ തോന്നുന്നുണ്ട് പണി. ഉറങ്ങന്നെ രാത്രി ഉറക്കോ രാവിലെ ഉറക്കോ. 10:30 ആവുമ്പത്തേന് ആള് കൂർക്കാൻ ഫസ്റ്റ് വിസിൽ കൃത്യം 10:30-11 ഉള്ളില് വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം പോയി വേവായി, നോർമൽ വേവായി. പിന്നെ ഒരു 11:30-12 മണിക്ക് ഫുൾ വേവാകും. കൂർക്കം വലിച്ചോണ്ട് വീടിനെ വെക്കണം. പിന്നെ വണ്ടി കയറാണ്ടിരുന്ന വീണ്ടും ഉറക്കോ. രാത്രി എന്താ പണി? കക്കാൻ പോലെ ഉറക്കം തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉറങ്ങുമ്പോ എന്തോ ഒരു പാവാണ്. കോളാമ്പേണ കിടക്കണ്. എന്നെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോവാൻ തോന്നും, വീട്ടിൽ കൊണ്ടാ തോന്നൂല. ബാഗ് കിട്ടി, ബാഗ് കിട്ടി. എന്റെ ബാഗ് കിട്ടി. 3500 ആ ബാഗിന്. എടുക്കുമ്പോ എത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല. പുകല്ല മോനെ. ഗൈസ് മൈ ബാഗ്. സാധനങ്ങളൊക്കെ ഉണ്ടാ നോക്കട്ടെ. ടവലിന്റെ കണ്ണാടി, മൈക്ക്, മിറർ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉണ്ട്. അപ്പപ്പെടുത്തിച്ച് പാവട്ട ആരെങ്കിലാന്നുണ്ടെങ്കിൽ എടുത്തുണ്ടാവൂലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് അത് അന്തപ്പൊടി പറഞ്ഞപ്പോ ആരും ഫോൺ വിളിക്കുന്നില്ലാന്ന്. ആരെങ്കിലും വിളിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് വണ്ടിക്ക് താഴത്തോട്ട് തന്നെ വണ്ടിക്കാരനെയൊക്കെ കൊടുത്തു കണ്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഇയാളെ നമ്പറിന് മേടിച്ചാൽ മറ്റേണ്ടേക്കുന്നു തന്തപ്പൊടി നമ്പർ. നമ്മളിപ്പോ നമ്മളെ സമയം ഒന്ന് പോയി കിട്ടുമല്ലോ. ചിലപ്പോ അവിടെ ഇരുന്നിട്ട് എന്താ നിങ്ങൾ ഈ മായത്ത് സാറില്ല. ഇനിയിപ്പോ അങ്ങോട്ട് ചോദിക്കും വേണ്ട.
പ്രശ്നം തന്തപ്പൊടി പറഞ്ഞേ തന്തപ്പൊടിക്ക് മനസ്സിലായി. അപ്പൊ എന്നോട് വെച്ച് മഴ ആയിട്ടാണ് വന്നിക്കുന്നത്. कल किया ഇന്നലെ കഴിച്ചെന്ന് പറഞ്ഞു. ഇന്നലെ നമുക്ക് കഴിച്ചല്ലോ. തന്തപ്പൊടി എന്താ പറഞ്ഞു എന്നോട്? പറഞ്ഞു ഇത്ര ദൂരം വരണ്ടിരുന്നില്ല. ഇന്നലെ ഞങ്ങള് വിളിച്ചപ്പോ ഇന്നലെ വിളിച്ചപ്പോ ഞങ്ങള് കട അടച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടുന്ന് വരുന്ന താഴത്തേക്ക് കൊടുത്തയച്ചേക്കണം. അതിന്റെ ഒക്കെ കൂടുതൽ മറ്റേ ഞാൻ എന്റെ മറ്റോന്റെ നമ്പറില്ല, മറ്റോന്റെ നമ്പർ എന്റെയൊക്കെ നമ്പർ മേടിച്ചിട്ട് ഇയാളൊന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. വരാണെങ്കിൽ താഴത്തേക്ക് കൊടുക്കും. അതിന് ചാവിയൊക്കെ ഇല്ല റൂമിന്റെ. അല്ല മെഡിസിൻ കഴിച്ചാൽ മതി. ഇതിലെന്നെ വെച്ചോ. ഫൈസൽക്ക് അപ്പുറത്തേക്കാണ്ട് ചാടിയായിരുന്നു ഇതിനെക്കാട്ടി നല്ലായിരുന്നു. അപ്പൊ ഫഹദ് പറയാണ് പപ്പ ചാടുകയാണെങ്കിൽ അതിന്റെ മുന്നേ ആ ഫോണ് കയ്യിൽ കൊടുത്തതിന്റെ ശേഷം ചാടിക്കോളാം. ഇൻഷുറൻസ് ചോദിച്ചെന്താന്ന് പറഞ്ഞാല് ചാടണോന്ന് അവര് ആഗ്രഹമാണ് ചാടണോന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചെന്താണ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് നിങ്ങള്? കാരണം എനിക്ക് ഇനിയും ജീവിക്കണ്ടേ, ഈ 2 മക്കളെ കാര്യങ്ങളും നോക്കണ്ടേ. അവർ ആൺതോണ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതാക്കും? ജോലി ചെയ്ത് ജീവിക്കണത് ഞങ്ങൾക്കുള്ള. ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കില്ല. മക്കളും കൂടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം. അതാണെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് ഇരിക്കണ ഈ മോട്ടി ഭയങ്കര എക്സ്പെൻസ് ആണ്. ഒരു 50 ഉറുപ്പിയുടെ ലസ്സിയെ വേണ്ടിയുള്ളൂ എനിക്ക്. 50ന്റെ ലസ്സി. ഞാൻ 50ന്റെ മാഗിയാണ് ചോദിക്കണത്. ഞാൻ മാഗി മാത്രം ചോദിക്കാം. എന്നാ മാഗി ഉണ്ടോ വാങ്ങിയിരുന്നു? ആവില്ല. നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇവൾക്ക് തീറ്റ കൊടുത്തിട്ടും ഇവൾക്കുള്ള സാധനങ്ങളാണ് ഈ ട്രിപ്പില് കൂടുതൽ ഉണ്ടാവുക. വെറുതെ പറയുന്നു. ഒന്നും വാങ്ങിയൊന്നുമില്ല. ഇല്ല അവിടെ ഇരുന്നാ മതി. പിന്നെ പാവ പപ്പന്റെ എനിക്ക് എന്താ കാട്ടാളെ കാട്ടി. എനിക്ക് ഒരു പ്രശ്നം അവിടെ ഇല്ല. എനിക്ക് തണുക്കണില്ലേ? ഇല്ലേക്ക് തണുക്കാണ്ട് എന്റെ മൂക്കിന്റെ ഓട്ട വരെ എത്തിക്കണ ക്യാമറ. വല്ലാത്തൊരു അവസ്ഥ. വായയിൽ നിന്നിട്ട് വീഴുമ്പത്തിന് ഇങ്ങനെ കോരി എടുക്കാൻ. നീലക്കുയിലല്ലേ മൂടക്കുയിലാണ്. എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരാണ് മോനെ. എന്ത് പൊണ്ണാപ്പിയ? വേറെ പിയുണ്ട്. ഞങ്ങള് വേറെ പിയാണ് കേട്ടെ. भैया ये वो ट्री का अच्छा जगह आएगा ना, सबको एक फोटो लेना है, साइड में रखना. ओके वो अच्छा. हाँ ऐसा ऐसा आता है, एक जगह अच्छा आता है. हाँ എന്താ ഞാൻ ഇറങ്ങിയാന്നാ? തിന്നായിരുന്നു. എന്തായിരുന്നു തിന്നിരുന്നത്? എന്റെ ടീഷർട്ടാണ് ഇട്ടിട്ട് നിക്കുന്നത്. എന്റെ ടീഷർട്ട്, എന്റെ കോട്ട്, എന്റെ തൊപ്പിയും ഈ ഒരു കണ്ണാടി ട്രൗസറോ ഷട്ടി ഉള്ളിലിടുന്നതും ബാക്കിയുള്ളൊക്കെ ഇവിടെ ഒന്ന് എന്റെ പാന്റ് ഇട്ടിരിക്കുന്നു. അത് അവൾക്ക് അവള് ഇടാൻ പറ്റണില്ല. അവൾക്ക് അത് ടൈറ്റ് ആണ്, അവൾക്ക് ഇഷ്ടമല്ല. എനിക്ക് ഒട്ടി പിടിച്ചെടുക്കണം ഇഷ്ടം, അങ്ങനെ ലൂസിലെടുക്കണം. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ എന്റെ കുട്ടിയാണ് ഇട്ടിക്കണത്. എല്ലാരും ഉണ്ട് അതാണ് ഇട്ടുള്ളത്.
ഇതാണ് എന്താണ് ഇതൊക്കെ ഉണ്ടതാണ് ഭ്രാന്ത്. ഇതിനിടയിൽ വണ്ടി ഇവിടെ നിർത്തി ഇറങ്ങി ഡാൻസ് കളിക്കാൻ നിൽക്കുന്നു. ഇങ്ങനെ മാത്രം കളിക്കാം. നല്ല സ്റ്റെപ്പ് ഉണ്ട്. ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ കഴിക്കണേ. നല്ല മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കണം. അവിടെ കയറി അപ്പോൾ ഇതാണ് പറഞ്ഞത്, ഞങ്ങൾ 3 മട്ടൻ കറി മക്കിനിയാണ് പറഞ്ഞത്. ഇവിടെ പഠിച്ച ഒരു പേരാണ് ഞങ്ങളത് വന്ന് മട്ടൻ മട്ടൻ പച്ചിരി കിട്ടാ ഓൾക്ക് പറ്റൂല. നട വന്നില്ല കണ്ടോ ഇജ്ജ് കേൾക്കൂലേ? പപ്പക്ക് ഇങ്ങനെ കുഴച്ച് മട വന്നു. കുറച്ച് സവാള ഇങ്ങനെ എടുത്ത് ചെടിയൊക്കെ കുറച്ച് മിർച്ചി ഒരു സവാള അങ്ങനെ വെക്കുക. ഇതിങ്ങനെ ഇതാക്കുക. കഴിച്ചിട്ട് വേണം തിന്നിട്ട്. എൻ്റെ റൈസ് ഫുള്ള് തിന്നാൻ വേണ്ടി പറ്റുന്നവരാ. റൈസ് ഇങ്ങനെ വെട്ടു. ഇതിലാണ് ഈ മട്ടൻ കറി ഇതിലാണ് മട്ടൻ കറി ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മളിവിടുത്തെ ചേട്ടൻ. ഈ ചേട്ടനാണ് ഇവിടെ കുക്ക് ചെയ്തെടുക്കണേ. ഇത് ചോദിക്കട ഇതിന്റെ കേക്കാ നല്ല നെയ്യാണ്.